ഹായ് ജി ആസ്പിരൻസ്, 2025 ജെയ്മെയിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ റിസൾട്ടാണ്. അതായത് ജെയ്മെയിൽ നമ്മുടെ ഈ വർഷം ആദ്യം വരുന്ന റിസൾട്ടാണ് ജെയ്മെയിൻ റിസൾട്ട് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കാൻ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് സാധിച്ചിരിക്കുന്നത്. ആദ്യത്തെ എല്ലാ റാങ്കുകളിലും ഇടം പിടിച്ചിരിക്കുന്നത് ബ്രില്യൻറ്റിലെ അതിപ്രഗത്ഭരായ മിടുക്കരായ വിദ്യാർത്ഥികളാണ്. അതിലൊരാൾ ആദിത്യ രതീഷാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ആദിത്യയ്ക്ക് ആദ്യമേ തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും ആദിത്യ രതീഷ് എന്നുള്ള പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം അത്ര നല്ല സ്കോർ കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ്. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആദിത്യ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എങ്കിൽ പോലും നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് നമ്മുടെ പേരും സ്ഥലവും പേരൻസും ഒക്കെ ഉള്ളത് പറഞ്ഞു. എൻ്റെ നാട് ചെട്ടിക്കുളങ്ങര, ആലപ്പുഴ ജില്ലയിൽ. അവിടെ ഇപ്പോൾ എൻ്റെ അപ്പൂപ്പനുള്ളൂ. എൻ്റെ പേരൻസ് എല്ലാം ദുബായിലാണ്, അബ്രോഡാണ്. എൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്ന ബാങ്ക് മാനേജറായിട്ടാണ്, എൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ എനിക്കൊരു അനിയനുണ്ട് 6ാം ക്ലാസ്സിൽ, അവിടെ തന്നെ ദുബായിൽ തന്നെ പഠിക്കുക. സോ ഇതാണ് എൻ്റെ ഒരു. ദുബായിലായിരുന്നു? ദുബായിലായിരുന്നു 10 വരെ പഠിച്ചോണ്ട്, എന്നിട്ട് ഇങ്ങോട്ട് വന്നേ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്ന ആ ഒരു ജെയ്മെയിൻ കിട്ടാനുള്ള സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഈ +1 +2 പഠിച്ചത് ചാവറ പബ്ലിക് സ്കൂൾ, പാലൂർ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനൊപ്പമായിരുന്നു സ്കൂൾ കാലഘട്ടത്തിനൊപ്പമായിരുന്നു ജെയ്മെയിൻ പ്രിപ്പറേഷൻസും ബ്രില്യൻറ്റിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ വൈ ബ്രില്യൻറ്റ്? എങ്ങനെയാണ് ഇപ്പോൾ ദുബായിൽ 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ പേരൻസിനൊക്കെ നല്ല ദീർഘവീക്ഷണമുള്ള ആളായതുകൊണ്ട് തന്നെ ബ്രില്യൻറ്റിൽ പഠിപ്പിക്കണം എന്നുള്ളത് ഒരു പക്ഷേ ഫൈൻഡ് ഔട്ട് ചെയ്തത് അവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെൽഫ് റിസർച്ച് ആയിരിക്കാം. എങ്ങനെയാണ് ബ്രില്യൻറ്റിലേക്ക് എത്തുന്നത്? ആദ്യത്തെ ബ്രില്യൻറ്റ് കണ്ടുപിടിച്ചത് തന്നെ എൻ്റെ പേരൻസ് തന്നെയാണ്. സോ എൻ്റെ അച്ഛൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്ത, അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ട് മോന് ഇപ്പോൾ NIT കാലിക്കറ്റിലാണ് പഠിക്കുന്നത്. ഇതുപോലെ ബ്രില്യൻറ്റ് പഠിച്ചു പോയ ഒരാളാണ്. മോൻ പഠിച്ചതുകൊണ്ട് തന്നെ ഒരു ബ്രില്യൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ട് ഫാദറിന്റെ ഫ്രണ്ടിന്, അല്ലേ? സോ അങ്ങനെ കണ്ടുപിടിച്ച. പിന്നെ +1 +2 വേറെ ഫിക്സ്ഡ് ഐഡിയ ഉണ്ടായിരുന്നില്ല ഇനി എന്ത് ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് എഞ്ചിനീയറിംഗ് തന്നെയായിരുന്നു എൻ്റെ ഒരു ഫോക്കസ്, ഒരു സ്വപ്നം. സോ ജെയ്മെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ബ്രില്യൻറ്റ് തന്നെയാണ്. പിന്നെ അവരുടെ ഹിസ്റ്ററി ഓഫ് റിസർച്ച് വെച്ച് തന്നെ എനിക്ക് പറയാൻ ഒരു വിശ്വാസം തന്നു, ഇവിടെ പോയാൽ സംഭവിക്കും, കിട്ടും. തീർച്ചയായിട്ടും റിസൾട്ടൊക്കെ അറിഞ്ഞിട്ടിരിക്കുകയാണ്. പേരൻസിൻ്റെ ഒക്കെ സന്തോഷം എന്ന് പറയുന്നത് ബിയോണ്ട് ദി വേർഡ്സ് ആണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, കാരണം അവർ തന്നെ സജസ്റ്റ് ചെയ്ത് ബ്രില്യൻറ്റിലേക്ക് എത്തിക്കുന്നു. ബ്രില്യൻറ്റിൽ നിന്ന് തന്നെ നല്ല സ്കോർ കരസ്ഥമാക്കി തിരികെ എത്തുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് ദാറ്റ്സ് ബിയോണ്ട് ദി വേർഡ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ചോദ്യം, അവരുടെ ഒക്കെ ഒരു സന്തോഷത്തെക്കുറിച്ച് കൂടെ നമുക്കറിയാമെങ്കിലും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയുന്നത് എന്ത് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊന്നും പറയാം. പേരൻസും അതുപോലെ അതിഥിക്ക് എന്ത് തോന്നും? ആദ്യം എന്താ എനിക്കെന്ത് തോന്നിയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ. ജെന്യുവൻലി ഇങ്ങോട്ട് വന്ന് 2 വർഷം അത്യാവശ്യം ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് ഇവരുടെ ടീച്ചേഴ്സിൻ്റെ ഫുഡ് സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്ത് തന്നെ അവസാനം ജെയ്മെയിൻ നല്ല റാങ്കായിട്ട് പ്രൊഡ്യൂസ് ആയി വന്നു. സോ ഭയങ്കര സന്തോഷമായി. അത് ഒബ്വിയസ്ലി ഇറ്റ്സ് ഔട്ട് ഓഫ് വേർഡ്സ്, ഒന്നും പറയാൻ പറ്റില്ല. ഭയങ്കര സന്തോഷമായി. പിന്നെ പേരൻസ് ഒക്കെ വിളിച്ചു പറഞ്ഞു, അവർക്കും എക്സ്ട്രീം ഹാപ്പിനെസ്. ഒന്നും പറയാനും എന്ത് പറയാനാ, ഭയങ്കര സന്തോഷം. എത്ര തീർച്ചയായിട്ടും ജെയ്മെയിൻ്റെ ഏറ്റവും ടഫസ്റ്റ് എക്സാം എഴുതിയത് എനിക്ക് തോന്നുന്നു, ജെയ്മെയിൻ്റെ ആ ഒരു സെഷനിൽ ഏറ്റവും ടഫസ്റ്റ് എക്സാം ഫേസ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. അതിൽ ടോപ്പായിട്ട് വന്ന ആളാണ്, അല്ലേ? അതിൽ ടോപ്പായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് പേര് നമുക്കുണ്ട് താനും, അതിൽ ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, തീർച്ചയായിട്ടും ആ ഓരോ ചോദ്യങ്ങളുടെ കടന്നു പോകുമ്പോഴും, ടഫായിട്ടുള്ള ഓരോ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അത്ര ബ്രില്യൻ്റ് ആയിരുന്നുകൊണ്ടാണ് അതിനെ സോൾവ് ചെയ്ത് അല്ലെങ്കിൽ ഇത്ര മുന്നിലൊക്കെ നമുക്ക് എത്താൻ പറ്റിയത്. അത് വലിയൊരു കാര്യമാണ്. അതിന് വേറൊരു കൺഗ്രാറ്റ്സ് ഞാൻ ഒരിക്കൽ കൂടി പറയാം. താങ്ക് യു. അപ്പോൾ ആ ഒരു സമയത്ത് ആ ചോദ്യങ്ങളിലൂടെ കടന്നു പോയപ്പം അതിനെ എങ്ങനെയാണ് മോൻ ഓരോ സമയവും ബീറ്റ് ചെയ്ത് മുന്നിലെത്തിയത്? ഒന്നാമത് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ബ്രില്യൻറ്റ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ബ്രില്യൻറ്റ് തന്നെ ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നല്ലോ ജെയ്മെയിൻസിന് തൊട്ട് മുമ്പ്, ഫസ്റ്റ് ടെസ്റ്റ് സീരീസ്. സോ അതിൽ ഏറ്റവും ടഫായിട്ടുള്ള എക്സാം പാറ്റേണും ഏറ്റവും സിമ്പിളായിട്ടുള്ളത് എല്ലാ ടൈപ്പും നമ്മൾ എഴുതിയതാണ്. സോ ഇതിനെക്കാട്ടും നല്ല ടഫായിട്ട്, ഇതിനെക്കാട്ടും നല്ല എളുപ്പമായിട്ടുള്ള എക്സാംസ് എല്ലാം എഴുതി ഒരാളായിട്ട് വേറെ ഓൾമോസ്റ്റ് വീണ്ടും ഒരു ബ്രില്യൻ്റ് ഒരു ടെസ്റ്റ് എഴുതുന്ന പോലെ തന്നെയാണ് ജെയ്മെയിൻസ് പോയി എഴുതിയത്. അങ്ങനെ ഒരു കോം മൈൻഡുമായിട്ട് തന്നെയാണ് പോയത്. സോ അതിലൂടെ ഒന്നും പാനിക് ചെയ്യാതെ ഞാൻ സെറ്റ് ചെയ്ത പ്ലാനായിട്ട് തന്നെ എനിക്ക് ക്വസ്റ്റ്യൻസിലൂടെ പോകാൻ പറ്റി. സോ അങ്ങനെ ആണ് ഇവിടെ ചെയ്തത്. ഇതിലും ടഫായിട്ടുള്ള എക്സാം, അതായത് മോനന്ന് ശരിക്കും ജെയ്മെയിൻ്റെ അന്ന് അവിടെ ഫേസ് ചെയ്ത് അതിലും ടഫായിട്ടുള്ളൊരു എക്സാം ബ്രില്യൻറ്റിൽ ഫേസ് ചെയ്തിട്ടുണ്ട്?
ഉറപ്പായിട്ടും ബ്രില്യൻ്റ് ഇതിനെക്കാട്ടും ഒരു 3-4-5 എക്സാംസ് ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ ഒരു പ്രാക്ടീസ് ആയിട്ട് തന്നെയാണ് ഉദ്ദേശിച്ചത്. ആ പ്രാക്ടീസ് നന്നായി വന്നു. യെസ്, ഇറ്റ് കെയിം വർക്ക് ഔട്ട് ബിക്കോസ് ഇത്രയും ടഫ് ആയിട്ടുള്ള ഷിഫ്റ്റ് ആണല്ലോ അന്ന്. സോ അതായത് അവിടുത്തെ ആ ഒരു ടഫ് എക്സാം എല്ലാവരും പറഞ്ഞപ്പോഴും ആദ്യത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ടഫ് എക്സാം ആയിരുന്നു. എക്സാമുകൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കുട്ടികൾ ഒരുപാട് ടഫാണ് ഇതിൻ്റെ എക്സാം. ചിലപ്പോൾ ചെയ്യായിട്ട് നീറ്റാവട്ടെ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ പറയാറുണ്ട്. പക്ഷെ ആ ഒരു ടഫസ്റ്റ് എക്സാമിലൂടെ കടന്നു പോകുന്ന ഓരോ വിദ്യാർത്ഥിക്കും എക്സാം ഹാളിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടൊരു ചോദ്യം വന്നാൽ പോലും അതൊരു ടഫ് എക്സാമോ അല്ലെങ്കിൽ ടഫ് ക്വസ്റ്റൻ ആയിട്ട് തോന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദിത്യയ്ക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു ടഫായിട്ടുള്ള എക്സാമാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആദിത്യ ഇത് ടഫായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ JEE അഡ്വാൻസ്ഡിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ടൈമാണ് ഇപ്പോൾ അല്ലേ? ഉറച്ച ലക്ഷ്യബോധമുള്ളൊരു വിദ്യാർത്ഥിയാണെന്ന് നമുക്ക് സംസാരിക്കുന്നത് തന്നെ മനസ്സിലാവുന്നുണ്ട്. അതിലും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് അത്യാവശ്യം നല്ല റിസൾട്ട് ആയതുകൊണ്ട് JEE അഡ്വാൻസ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇടയ്ക്കൂടെ ബോർഡ്സ് പോകുന്നുണ്ട്. സോ അതിനും കുറച്ച് സമയം എടുത്ത് വെക്കേണ്ടി വരും. സോ ബോർഡ്സും സ്കൂളിലെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഫിസിക്സിലെ ഡെറിവേഷൻസ് ഒക്കെ, മാത്സിലെല്ലാം സ്റ്റെപ്പൊക്കെ എഴുതേണ്ടി വരുമല്ലോ. സോ അത് പ്രാക്ടീസ് ചെയ്യുന്ന സൈഡിലൂടെ PA അഡ്വാൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ട്. സോ അത് ഈ ബോർഡ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ബ്രില്യൻറ്റിൻ്റെ രണ്ടാമത്തെ ടെസ്റ്റ് സീരീസ് ആയിട്ട് കുറേ അഡ്വാൻസിൻ്റെ മോഡൽസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി അതും കൂടെ എഴുതാനുള്ള ഇതിലൂടെ തന്നെ പോകാമെന്നാണ് പ്ലാൻ. അപ്പോൾ തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് എന്ന സ്വപ്നം എന്ന് മുതലാണ് കണ്ടുകൊണ്ടിരുന്നത്. ആൻഡ് ഫൈനലി എവിടാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? എഞ്ചിനീയറിംഗ് ഉള്ള സ്വപ്നം കണ്ടു തുടങ്ങി ശരിക്കും സയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ആണ് അത് കണ്ടു തുടങ്ങി. ഈ പണ്ട് തൊട്ട് ഈ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വരുമായിരുന്നു. അതിലൂടെ സയൻസിനൊരു ഇഷ്ടം തോന്നി ഭയങ്കരമായിട്ട്. സയൻസ് ഫിക്ഷൻ സിനിമാസ് ഒക്കെ അതും കൂടെ ഉണ്ട് ഒബ്വിയസ്ലി. സോ അങ്ങനെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് പോയി. അവസാനം അത് തന്നെ എൻ്റെ ഫ്യൂച്ചർ തന്നെ അതാക്കാം, ലൈക്ക് സയൻസ് തന്നെ ഫ്യൂച്ചർ ആക്കാമെന്ന് വിചാരിച്ചാണ്. അതിലൊരു ഭാവിയുണ്ട്. സോ എൻജിനീയറിംഗ് തന്നെ പോകാമെന്നാണ് എൻ്റെ ബെസ്റ്റ് കോഴ്സ് പ്ലാൻ. അന്നേരം എക്സെപ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിട്ട് എഞ്ചിനീയറിംഗ് ഓബ്വിയസ്ലി IIT ആണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്രയും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് പുറത്തോട്ട് പോകുന്നത്? IIT പഠിക്കാനാണ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ അതാണ് എൻ്റെ സ്വപ്നം. അപ്പോൾ 2025 ഇനി JEEന്റെ അടുത്ത സെഷനൊക്കെ എഴുതാൻ തയ്യാറെടുക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ആവുന്ന വാക്കുകളാണ് ശരിക്കും ആദിത്യ നമ്മളോട് പങ്കുവെച്ചത്. ആൻഡ് JEE അഡ്വാൻസ്ഡിനും ഇനി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് ആകുമ്പോൾ ഏറ്റവും ബെസ്റ്റായ സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ആദിത്യ പറഞ്ഞൊരു കാര്യമുണ്ട്. ആദിത്യ ഒരു പരിധി വരെ ദുബായിലൊക്കെയാണ് 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്നത്. ദുബായിൽ നിന്ന് 2 വർഷത്തിലേക്കാണ് നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് എത്തുന്നത്. ഒറ്റ ലക്ഷ്യം, എഞ്ചിനീയറിംഗ് എന്ന സ്ട്രീം തിരഞ്ഞെടുക്കണം, IITയിലേക്ക് എത്തണം. അതിനുള്ള എൻട്രൻസ് എക്സാമിൽ നല്ലൊരു സ്കോർ മേടിച്ച് പാസ്സാവണം. ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ JEE മെയിനിൻ്റെ ആദ്യ കടമ്പ നല്ല രീതിയിൽ ഏറ്റവും നല്ല സ്കോറിൽ പാസ്സായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ സന്തോഷം എല്ലാം ആദിത്യയുടെ മുഖത്ത് കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും JEE അഡ്വാൻസ്ഡിനും ഞങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന ഏറ്റവും മികച്ച വിദ്യാർത്ഥി ആവട്ടെ എന്ന് ആശംസിക്കുന്നു. Brilliant Study Center, India's #1 coaching center for NEET and JEE.